പരിശുദ്ധമായ ഇസ്ലാമിൽ 4 മദ്ഹബുകളിൽ ആ 3 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും പ്രിയപ്പെട്ട ഗുരുവര്യരാണ്. പരിശുദ്ധമായ ഖുർആൻ കഅബാലയത്തിന്റെ ഉള്ളറകളിൽ വെച്ച് 4 പേർ മാത്രമേ ഖത്മ് ചെയ്തിട്ടുള്ളൂ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധ കഅബാലയത്തിന്റെ ഉള്ളിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യാനുള്ള മഹാസൗഭാഗ്യം ലഭിച്ച 4 വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. ഒരു മദ്ഹബിന്റെ ഇമാമ എന്നതിനപ്പുറത്ത് അകക്കണ്ണുകൊണ്ട് സർവലോകത്തിന്റെയും ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളുടെയും അകക്കാമ്പ് തൊട്ടറിയാനുള്ള അത്ഭുതകരമായ കഴിവ് അള്ളാഹു കനിഞ്ഞരുളിയ ഒരു വലിയ മഹാമനുഷ്യ, വലിയ ഒരു മഹാപണ്ഡിത സാഗരം. ഒരിക്കൽ അദ്ദേഹം നമസ്കാരത്തിനു വേണ്ടി ഉളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇമാമിന്റെ തൊട്ടടുത്ത് നിന്ന് ഉളൂ ചെയ്യുകയാണ്. ആ ഉളൂ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരനെ ഉളൂവിന് ശേഷം അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നീ മാതാപിതാക്കളോട് മോശമായ നിലയിൽ സംസാരിക്കുന്നവനാണ്, നീ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാണ്, മാതാപിതാക്കളോട് സഭ്യതയില്ലാത്ത വാക്കുകൾ പറയുന്നവനാണ്. നിന്റെ ജീവിതത്തിൽ മാതാപിതാക്കളോടുള്ള നിന്റെ നന്ദികേടും നീ അവരോട് കാണിക്കുന്ന ധിക്കാരവും അത് വലിയ നഷ്ടമാണ് നിനക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുക. ഈ ഉപദേശം കേൾക്കുമ്പോൾ ന്യായമായും ആ ചെറുപ്പക്കാരൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, അല്ലയോ ഇമാം അവറുകളെ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എന്നെ നിങ്ങൾക്കറിയില്ല, എന്റെ വീട്ടുകാരെ നിങ്ങൾക്കറിയില്ല, എന്റെ നാട് നിങ്ങൾക്കറിയില്ല, പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ എന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാണ്, അവരോട് നന്ദികേട് കാണിക്കുന്നവനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായത്? ആ സമയം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നീ വുളൂ ചെയ്യുമ്പോൾ ആ വുളൂഇന്റെ വെള്ളത്തിന്റെ തുള്ളികൾ നിലത്തേക്ക് വീഴുന്ന സമയം ആ വെള്ളത്തുള്ളികളിൽ ഞാൻ കണ്ടെത്തി നീ മാതാവിനോടും പിതാവിനോടും എതിര് പ്രവർത്തിക്കുന്ന മകനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വുളൂ ചെയ്യുന്ന ഒരു മനുഷ്യൻ മുഖം കഴുകുമ്പോൾ അവന്റെ മുഖത്തിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി വെള്ളവും അവന്റെ പാപങ്ങൾ കഴുകിക്കളയുകയാണ്. കൈ കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്ത പാപങ്ങളെ അള്ളാഹു കഴുകുകയാണ്. ഈ നിലയിൽ ആ ചെറുപ്പക്കാരൻ വുളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖത്തിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളിൽ നിന്ന് താൻ ഒരു ആഖുൽ വാലിദൈനിയാണ് എന്ന്, മാതാപിതാക്കളെ ഉപദ്രവിച്ചവനാണ് എന്ന് തിരിച്ചറിയാൻ മാത്രം അഗാധ പാണ്ഡിത്യവും പ്രാവീണ്യവും നേടിയ നിപുണനായ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരവസരത്തിൽ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായി ഞാൻ 100 പ്രാവശ്യം പ്രത്യേകമായ സംഭാഷണം നടത്തുകയുണ്ടായി. അല്ലാഹു എനിക്ക് 100 പ്രാവശ്യം ഇൽഹാമിലൂടെ, പ്രത്യേകമായ റബ്ബിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേകമായ അറിവിലൂടെ ഞാനും പടച്ചവനുമായിട്ട് സംവദിച്ചിട്ടുണ്ട് 100 പ്രാവശ്യം. ഇനി ഒരു വേള കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ എനിക്ക് കാണാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിനെ വീണ്ടും എനിക്ക് ഇൽഹാമിലൂടെ അള്ളാഹുവുമായിട്ട് സംവദിക്കാനും സംസാരിക്കാനുമുള്ള ഭാഗ്യം കിട്ടി. ആ സമയത്ത് ഞാൻ എന്റെ പടച്ചവനോട് ചോദിച്ച, അല്ലാഹുവേ, ഏറ്റവും ഭീകരമായ ഒരു നിമിഷം ആഖിറമാണ്. ആ പരലോകത്ത് ആരും ആരെയും സഹായിക്കാനില്ലാതെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ഭീകരമായ ബീഭത്സമായ മഹിഷറ. ആ മഹിഷറയിൽ ഞാൻ അതിന്റെ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എന്റെ നാഥനോട് ഞാൻ ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോട് പറഞ്ഞു,
പറഞ്ഞത്, എല്ലാ ദിവസവും കിടക്കാൻ നേരത്തും എല്ലാ ദിവസവും ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്തും എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ ഒരു വലിയ ദിക്റ്, ഒരു വലിയ തസ്ബീഹ് എനിക്ക് പഠിപ്പിച്ചു തന്നു. ആഖിറത്തിന്റെ ഭീകരത നമുക്കറിയാം, വളരെ ഭീകരമാണ്, വളരെ ബീഭത്സമാണ്, വളരെ കാഠിന്യവും കഠോരവുമാണ്. ആ പരലോകത്തിന്റെ ഭീകരതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത്, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹപ്രകാരം അല്ലാഹു ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്ത ആ ഒരു പ്രാർത്ഥന, രാത്രി കിടക്കാൻ നേരത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് അത് നാം പതിവാക്കി കഴിഞ്ഞാൽ പരലോകത്തെ ഭീകരതയിൽ നിന്ന്, പരലോകത്തിന്റെ ബീഭത്സതയിൽ നിന്ന്, അവിടുത്തെ ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഓരോരുത്തരും രാത്രി നിങ്ങളുടെ വിരിപ്പിലേക്ക് ചെല്ലുമ്പോ, ആ വിരിപ്പിൽ നിന്ന് നേരം വെളുക്കുമ്പോ എഴുന്നേക്കുമ്പോ ഈ ഒരൊറ്റ ദുആ ദിവസവും അല്ലാഹുവിനോട് പതിവാക്കിയാൽ പരലോകത്തിന്റെ ഭീകരതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത, ആരും നമ്മളെ കൂട്ടുകൂടാൻ മടിക്കുന്ന, ആരും നമ്മോട് ചേർന്ന് നിൽക്കാൻ അറയ്ക്കുന്ന, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകന്മാര് പോലും ഓട്ടമോടുന്ന ആ ഭീകരമായ സമയത്ത് നമുക്ക് നല്ല ചങ്കൂറ്റത്തോടെ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് നിൽക്കാൻ കഴിയാൻ ഈ ഒരു ദുആ നമ്മൾ പതിവാക്കണം. ഇത് നേരിട്ട് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു കൊടുത്ത തസ്ബീഹാണ്, ആ പ്രാർത്ഥനയാണ്, ആ ദിക്റാണ്, ആ ദുആയാണ്. അത് രാവിലെയും വൈകുന്നേരവും നമ്മൾ മുടങ്ങാതെ ചൊല്ലുക. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, സുബ്ഹാനല്ലാഹിൽ അബദിൽ അബദ്, സുബ്ഹാനല്ലാഹിൽ വാഹിദിൽ അഹദ്, സുബ്ഹാനല്ലാഹിൽ ഫർദിസ് സമദ്, സുബ്ഹാന റാഫിഇസ് സമാഇ ബിഗൈരി അമദ്, സുബ്ഹാന മൻ ബസത്തൽ അർള അലാ മാഇൻ ജമദ്, സുബ്ഹാന മൻ ഖസമ الرزق ولم ينس أحد, സുബ്ഹാന മൻ ഖലഖൽ അർള ഫഅഹ്സാഹും അദദ്, സുബ്ഹാന من لم يتخذ صاحبة ولا ولد, سبحان لم يلد ولم يولد ولم يكن له كفوا أحد. ഈ മനോഹരമായ അർത്ഥഗർഭമായ ആശയ സമ്പന്നവും സമ്പുഷ്ടവുമായ ഈ മനോഹരമായ ദുആ നമ്മൾ പതിവാക്കിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും നമ്മൾ ഈ ദുആ കൃത്യമായി ചെയ്താൽ നാളെ റബ്ബിന്റെ ആഖിറത്തിൽ ഒരു ഭയമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ, ഒരു വിഷമമില്ലാതെ നമുക്ക് നിൽക്കാൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയുക. എന്താണ് ഈ ദുആയുടെ, ഈ തസ്ബീഹിന്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ വളരെ അർത്ഥഗർഭമായ ഈ തസ്ബീഹിനെ, ഈ മനോഹരമായ ദിക്റിനെ അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ആ അർത്ഥം കൂടി മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് തേടിയാൽ അതിന് ഇരട്ടി മധുരമുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹിൽ അബദിൽ അബദ്, കാലാകാലത്തോളം എന്നെന്നും ശേഷിക്കുന്ന പടച്ചവനെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അള്ളാഹുവിന് അന്ത്യമില്ല, അള്ളാഹുവിന് ആദ്യമില്ല, അവൻ എന്നെന്നും നിലനിൽക്കുന്നവനാണ്. അള്ളാഹുവാണ് ഈ ലോകം എന്ന് പറയുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടുത്തെ സൃഷ്ടികളെ പടച്ചത്, അള്ളാഹു ഇവിടുത്തെ മനുഷ്യരെ പടച്ചത്, പ്രവാചകന്മാരെ പടച്ചത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചത്. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ ഖുദ്സിയായ ഹദീസിലൂടെ, ഞാൻ ലോകത്തറിയപ്പെടാൻ, ഞാൻ കുന്തു കൻസൻ മഖ്ഫിയ, മറയ്ക്കപ്പെട്ട നിധിയായിരുന്നപ്പോൾ ഞാൻ ലോകത്തറിയപ്പെടാൻ, ഞാൻ ലോകത്തെ ചർച്ച ചെയ്യപ്പെടാൻ, ഞാൻ ലോകത്ത് സ്മരിക്കപ്പെടാൻ ഞാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഞാൻ, അള്ളാഹു പറയുന്നു, സൃഷ്ടികളെ ഞാൻ പടച്ചു. അത് പ്രവാചകന്റെ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളെയും അള്ളാഹു പടച്ചു. ആദ്യത്തെ സൃഷ്ടി അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിയാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തെ ഞാൻ പടച്ചു. ഫഖലഖതുൽ ഖൽഖ, ഞാൻ അൽ ഖൽഖിനെ അഥവാ അഷ്റഫുൽ ഖൽഖിന്റെ പ്രകാശത്തെ ഞാൻ പടച്ചു എന്ന് അല്ലാഹു പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ആദ്യമില്ല, അവൻ അവസാനമില്ല. സുബ്ഹാനല്ലാഹിൽ അബദിൽ അബദ്, എല്ലാ കാലവും ജീവിച്ചിരിക്കുന്ന, ഏത് സമയത്തും ജീവിച്ചിരിക്കുന്ന ആ പടച്ച തമ്പുരാന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. സുബ്ഹാനല്ലാഹ്
സുബ്ഹാനല്ലാഹിൽ വാഹിദിൽ അഹദ്. വീണ്ടും നമ്മൾ പറയുകയാണ് സുബ്ഹാനല്ലാഹിൽ വാഹിദിൽ അഹദ്. അവൻ ഏകനാണ്, അവൻ ഒറ്റൊരുത്തന് മാത്രമാണ്, ലോകത്ത് വേറെ ആരുമില്ല. അള്ളാഹു ഏകനാണ്. ആ ഏകനായ പടച്ചതമ്പുരാന് അസിസ്റ്റന്റുമാരില്ല, അവന് സഹായികളില്ല, അവന് നിർദ്ദേശം കൊടുക്കാൻ ആളുകളില്ല, അവന് നിരൂപണം നടത്താൻ ആളുകളില്ല, അവന്റെ നിയമങ്ങളെ വിലയിരുത്താൻ ആളുകളില്ല. അവൻ ഏകനാണ്. ആ ഏകനായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. സുബ്ഹാനമൻ സുബ്ഹാനല്ലാഹിൽ ഫർദുസ് സ്വമദ്. അള്ളാഹു ഏകനാണെന്ന് മാത്രമല്ല, അവന് സ്വമദാണ്. അവൻ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. ആരുടെയും നമസ്കാരവും ആരുടെയും വ്രതവും ആരുടെയും നോമ്പും ആരുടെയും ഹജ്ജും ഉംറയും അല്ലാഹു വേണ്ട. കാരണം അവൻ നിരാശ്രയനാണ്. ആരെയും ആശ്രയിക്കേണ്ട കാര്യം അല്ലാഹുവില്ല. നമ്മളൊക്കെ സ്വമദല്ല. നമ്മൾ ചില ആളുകൾ സ്വമദ് എന്ന് പേരിടാറുണ്ട്. അത് അബദ്ധമാണ്. അബ്ദു സ്വമദ്, സ്വമദായ അള്ളാഹുവിന്റെ അടിമയാണ്, ദാസനാണ് എന്ന ആ പേര് മാത്രമേ നാം ഇടാൻ പാടുള്ളൂ. അള്ളാഹു നിരാശ്രയനാണ്. അവന് വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. വീണ്ടും നമ്മൾ പറയുന്നത് സുബ്ഹാന റാഫിഇസ് സമാഇ ബിഗൈരി അമദ്. ഒരു തൂണില്ലാതെ, യാതൊരു തൂണുമില്ലാതെ ഈ പ്രവിശാലമായ ആകാശത്തെ ഉയർത്തിയവനാണ്. അവനാണ് സർവസ്തുതികളും, അവനാണ് പരിശുദ്ധന്. അവന്റെ പരിശുദ്ധിയെ ഞാൻ ലോകത്ത് വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്. ആകാശത്തെ അള്ളാഹു പടക്കുമ്പോ ഒരു തൂണില്ലാതെ ഈ വിശാലമായ ആകാശത്തെ അള്ളാഹു തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അത് ഭൂമിയിലെ മനുഷ്യരുടെ മേലെ വീഴാതെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു തൂണിന്റെ സഹായമില്ലാതെ അതിനെ അള്ളാഹു സംരക്ഷിച്ച് അതിനെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. വീണ്ടും പറയുന്നു സുബ്ഹാനമൻ ബസത്തൽ അർള അലാ മാഇൻ ജമദ്. ഈ ഭൂമി അല്ലാഹു വെള്ളത്തിന്റെ മുകളിലാണ് പടച്ചത്. ഈ ഭൂമി അല്ലാഹു സൃഷ്ടിക്കുന്ന വെള്ളത്തിന്റെ മുകളിലാണ്. ആ വെള്ളത്തിന്റെ മുകളിൽ അല്ലാഹു സൃഷ്ടിച്ച് ആ ഭൂമി ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ മനോഹരമായ ഈ ഭൂമിയുടെ സന്തുലിതത്തെ തകർത്തെറിയാത്ത അല്ലാഹുവിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുകയാണ്. വീണ്ടും പറയുന്നു സുബ്ഹാനമൻ ഖസമർ റിസ്ഖ വലം യൻസ അഹദ്. അല്ലാഹു അവന്റെ അടിമകൾക്ക് റാസിഖായ അല്ലാഹു റിസ്ഖ് കൊടുക്കുകയാണ്. അല്ലാഹു ഭക്ഷണം നൽകുകയാണ്. ഒരാളെയും അല്ലാഹു മറന്നിട്ടില്ല, ആരെയും അല്ലാഹു മറന്നിട്ടില്ല. എല്ലാവർക്കും അല്ലാഹു ഭക്ഷണം കൊടുക്കുകയാണ്. മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന മഹാനായ സഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു ഒരു ചെറിയ ഗുഹയിലേക്ക് കയറുമ്പോൾ അന്ധയായ തൂവലുകൾ ഇളകിപ്പോയ ചിറക് തളർന്നു കിടക്കുന്ന ഒരു വലിയ പക്ഷിയെ കണ്ടു. ആ പക്ഷി വല്ലാതെ വൃദ്ധയായ, വല്ലാതെ പ്രായമായ, ആരോഗ്യം നശിച്ചുപോയ ആ പക്ഷി. ഇതിനാരാണ് ഭക്ഷണം കൊടുക്കുന്നത്? മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ആരോഗ്യമുള്ള ഒരു ചെറിയ പക്ഷി പറന്നിറങ്ങുന്നു. എവിടെന്നോ കിട്ടിയ ഭക്ഷണം അതിന്റെ ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച് ആ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ആ തള്ളപ്പക്ഷിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു, ചുണ്ടിലേക്ക്. അള്ളാഹു ആരെയും മറന്നില്ല. കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്ന പടച്ചതമ്പുരാൻ ഒരാളെയും അല്ല മറന്നില്ല. അവൻ റാസിഖാണ്. അവൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു. ആരെയും അവൻ മറന്നുപോയില്ല. ആ പടച്ചവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. എന്നിട്ടോ സുബ്ഹാനമൻ ഖലഖൽ അർള ഫഅഹ്സാഹും അദദ്. അല്ലാഹു പറയേ, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. സുബ്ഹാനമൻ ഖലഖൽ അർള. അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചു. ഫഅഹ്സാഹും അദദ്. എന്നിട്ടോ അവന്റെ സൃഷ്ടികളെ അല്ലാഹു ക്ലിപ്തപ്പെടുത്തി എണ്ണി കൃത്യമായി അവന് എണ്ണമുണ്ട്. അവന് കൃത്യമായ ഒരു ധാരണയുണ്ട്, അറിവുണ്ട്. ആ പടച്ചതമ്പുരാന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. സുബ്ഹാനമൻ سبحان من خلق الأرض فأحصاهم عدد سبحان من لم يتخذ صاحبة ولا ولد سبحان من لم يتخذ صاحبة ولا ولد. ഇണയെയോ അല്ലെങ്കിൽ മക്കളെയോ സ്വീകരിക്കാതെ പടച്ചതമ്പുരാന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്.
സുബ്ഹാന മൻ ലം യത്തഖിർ സാഹിബതൻ വലാ വലദ്. അവന് ഇണയില്ല, അവന് ഭാര്യയില്ല, ഭർത്താവില്ല, അവന് കൃത്യമായ സന്താനങ്ങൾ ഇല്ലാത്ത നിലയിൽ അവന് പരിശുദ്ധനാണ്. മാത്രമല്ല വീണ്ടും പറയുന്നു സുബ്ഹാന മൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പ്രസവിച്ചിട്ടില്ല, ആരെയും പ്രസവിച്ചിട്ടില്ല, ആരാലും പ്രസവിക്കപ്പെട്ടിട്ടുമില്ല. അവനോട് ഒരു വസ്തുവും ഒരു ശക്തിയും ഒരു വ്യക്തിയും അവനോട് യോജിക്കുകയില്ല. ഈ പ്രവിശാലമായ അർത്ഥമുള്ള ദുആ, ഈ മഹത്തായ തസ്ബീഹ് ആരൊരാള് രാത്രി കിടക്കാൻ നേരത്തും നേരം വെളുക്കുന്ന സമയത്തും പതിവാക്കുന്നുവോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ നേരിട്ടല്ല പഠിപ്പിച്ചു കൊടുക്കുന്നു. പരലോകത്തെ ഭീകരതയിൽ, പരലോകത്തെ വിഷമത്തിൽ അവൻ ഒരിക്കലും പെട്ടുപോവില്ല. സുബ്ഹാനല്ലാഹിൽ അഹദ്, സുബ്ഹാനല്ലാഹിൽ അബദിൽ അബദ്, സുബ്ഹാനല്ലാഹിൽ വാഹിദിൽ അഹദ്, സുബ്ഹാനല്ലാഹിൽ ഫർദുസ് സമദ്, സുബ്ഹാനല്ലാഹി رافع السماء بغير عمد، سبحان من بسط الأرض على ماء جمد، سبحان من قسم الرزق ولم ينس أحد، سبحان من خلق الأرض فأحصاهم عدد، سبحان من لم يتخذ صاحبة ولا ولد، سبحان من لم يلد ولم يولد ولم يكن له كفوا أحد. ഈ മനോഹരമായ തസ്ബീഹ് അർത്ഥഗർഭവും ആശയ സമ്പുഷ്ടവും സമ്പന്നവുമായ ഈ മഹത്തായ തസ്ബീഹ് എല്ലാവരും രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാൽ പരലോകത്തിന്റെ ഭീകരതയിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിക്കുകയാണ്. നാളെ നമുക്കവിടെ ഭീതിയില്ലാതെ നിൽക്കാൻ, ആരെ നമ്മളെ സഹായിക്കാനില്ലാത്ത ആ മരുഭൂമി, ആ പരിശുദ്ധമായ പടച്ചവന്റെ കോടതി മഹിഷറ, അവിടെ നമുക്ക് നല്ല നിലയിൽ നമുക്ക് നിൽക്കാൻ കഴിയും. ഈ ദുആ നമ്മൾ പതിവാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.